ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്രീ ചൈതന്യം ക്ലാസ്സിലോട്ട് വന്നു ചേർന്ന ഭക്തമായിട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതം മധ്യലീല അധ്യായം 9 മഹാപ്രഭുവിന്റെ തീർത്ഥയാത്ര എന്ന അധ്യായത്തിലെ 83ാമത്തെ ശ്ലോകം മുതൽക്കാണ്. 9ാം അധ്യായത്തിലെ 83ാമത്തെ ശ്ലോകം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്ലോകം 83. നിജഗരലയ കൈല പാദപ്രക്ഷാളന സൈജലലയ കൈല സഭംശേ ഭക്ഷണ. ശബ്ദാർത്ഥം: നിജഗരലെ അഖിലയ പോവുക, കൈല ചെയ്തു, പാദപ്രക്ഷാളന പാദങ്ങൾ ജല ലയ എടുക്കുക, കൈല ചെയ്തു, സംശയ കുടുംബത്തിലെ എല്ലാവരോടും ഒപ്പം ഭക്ഷണം. ശ്രീ വെങ്കടഭട്ടൻ തങ്ങളുടെ ഇടത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങൾ കഴുകുകയും കുടുംബാംഗങ്ങളെല്ലാവരും ആ പാദോദകം സേവിക്കുകയും ചെയ്തു. ശ്ലോകം 84. ഭിക്ഷാക്കരായ കിച്ചു കൈല നിവേദന ചാതുർമാസേ ആസി പ്രഭു ഹൈന ഉപസന. ശബ്ദാർത്ഥം: ഭിക്ഷാകരാന മധ്യാഹ്ന ഭക്ഷണം നൽകിയതിനു ശേഷം കിച്ചു കുറച്ച് കൈല ചെയ്തു, നിവേദന ബോധിപ്പിക്കൽ, ചാതുർമാസ്യകാലം വന്നു പ്രഭു മഹാപ്രഭു ഹൈല ഉപസന്ന വന്നു ചേർന്നു കഴിഞ്ഞിരുന്നു. വിവർത്തനം: വെങ്കടഭട്ടൻ മഹാപ്രഭുവിന് മധ്യാഹ്ന ഭോജനം നൽകിയ ശേഷം ചാതുർമാസ്യകാലം വന്നു ചേർന്നിരിക്കുന്നു എന്ന് ഉണർത്തിച്ചു. ആഷാഢമാസത്തിൽ ജൂൺ ജൂലൈ ശയന ഏകാദശിയിൽ തുടങ്ങി കാർത്തിക മാസത്തിൽ ഒക്ടോബർ നവംബർ ഉത്ഥാന ഏകാദശി വരെ നീണ്ടു നിൽക്കുന്ന 4 പുണ്യമാസങ്ങൾ. മഴക്കാലം കൂടിയായ ഈ 4 മാസങ്ങളിൽ വൈഷ്ണവ സന്യാസിമാർ ഒരു സ്ഥലത്ത് താമസിച്ച് തീവ്രമായ ഭഗവത് ഭജനത്തിൽ ഏർപ്പെടുന്നു. ശ്ലോകം 85. കൃപായ ഉദ്ധാര ആവാരേ. ശബ്ദാർത്ഥം: ചാതുർമാസ കാലത്ത് കൃപാകരി കൃപയുണ്ടായി, രഹ താമസിച്ചാലും, മോരെ എന്റെ ഗൃഹത്തിൽ, കൃഷ്ണകഥകൾ കഹി സംസാരിക്കുക, കൃപായ കാരുണ്യത്താൽ, ഉദ്ധാര ആമാരെ എന്നെ മോചിപ്പിക്കണമേ. ഉത്തരം: വെങ്കടഭട്ടൻ പറഞ്ഞു, എന്നോട് കൃപയുണ്ടായി അങ്ങ് ചാതുർമാസ്യ കാലത്ത് എന്റെ ഗൃഹത്തിൽ വസിച്ചാലും, ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളെ പറ്റി സംസാരിക്കുകയും അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കുകയും ചെയ്താലും. ശ്ലോകം 86. ഹരഹി പ്രഭു കൃഷ്ണ കഥാരസേ ഭട്ടസംഖ്യേ ഗോനായില്ല സുഖേ ചാരിമാസേ. ഭഗവാൻ ശ്രീ കൃഷ്ണ രസേ കൃഷ്ണന്റെ അതീന്ദ്രിയമായ ലീലാരസം ആസ്വദിച്ച് ഭട്ടസംഖ്യേ വെങ്കടഭട്ടനോടൊപ്പം ഗോനായില കഴിഞ്ഞു, സുഖേ സന്തോഷത്തിൽ, ചാരിമാസേ 4 മാസം. ശ്രീ ചൈതന്യ മഹാപ്രഭു വെങ്കടഭട്ടന്റെ ഗൃഹത്തിൽ 4 മാസം തുടർച്ചയായി വസിച്ചു. കൃഷ്ണലീലകൾ ചർച്ച ചെയ്യുന്നതിലുള്ള അതീന്ദ്രിയ രസം ആസ്വദിച്ച് മഹാപ്രഭു തന്റെ ദിനങ്ങൾ വളരെ സന്തോഷപൂർവ്വം ചെലവഴിച്ചു. ശ്ലോകം 87. കാവേരി കാവേരി നദിയെ സ്നാനം ചെയ്യുക, പ്രേമത്തിൽ നിർവഹിച്ചു. അവിടെ ആയിരുന്നപ്പോൾ ശ്രീചരനോടും സ്നാനം ചെയ്യുകയും ശ്രീരംഗ സന്ദർശിച്ചു. എല്ലാ ദിവസവും ഭഗവാൻ പ്രേമാവേശത്തിൽ നൃത്തം ചെയ്യുമായിരുന്നു. ശ്ലോകം 8. സൗന്ദര്യാദി പ്രേമാവേശ ദേഖി സർവലോക ദേഖി ഭാരെ ആയിസെ ദേഖേ കണ്ടേ ദുഃഖശോക. ശബ്ദാർത്ഥം: സൗന്ദര്യാദി ശരീരത്തിന്റെ സൗന്ദര്യം അതിയാവ പ്രേമാവേശം സർവലോക എല്ലാ ജനങ്ങളും ദേഖി ഭാരെ കണ്ടിട്ട് ആയി അവിടെ വന്നു
ഇതിനെ കാണുകയും അങ്ങനെ ദുഃഖശോകം എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചിതനായി. വിവർത്തനം: ഭഗവാൻ ചൈതന്യന്റെ തിരുവുടലിലെ അഴകും ഉന്മത്തമായ എല്ലാവരും ധാരാളം ആളുകൾ പതിവായി ഭഗവാനെ കാണാൻ വരികയും അവിടുന്ന് കണ്ടപാട് അവരുടെ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും തീരുകയും ചെയ്തു. ശ്ലോകം 89. ലക്ഷ ലക്ഷ ശബ്ദാർത്ഥം: ലക്ഷ ലക്ഷ ലക്ഷക്കണക്കിന് ലോക ജനങ്ങൾ ആയിരം വന്നു. നാനാ ദേശങ്ങൾ. ഹരേ കൃഷ്ണ. ഇത് കേൾക്കാവുന്നില്ല ബ്രോ? ബ്രോ ബാക്കിയുള്ളവരോടൊന്നും ചോദിക്കാം ബ്രോ, ഇനിയിപ്പോ എന്റെ കംപ്ലൈന്റ് ആണോ? കുറച്ച് വിട്ടാണ് കേൾക്കുന്നത്. കുറച്ച് ഒരു ഇതുണ്ട്. ഒരു മിനിറ്റ് മാജി, ഞാൻ നോക്കട്ടെ. ശബ്ദാർത്ഥം: ലക്ഷ ലക്ഷ ലക്ഷക്കണക്കിന് ജനങ്ങൾ സഭയെല്ലാം കൃഷ്ണനാമ കഹേ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു പ്രഭുക്കെ ഭഗവാൻ ദേക്കിതേ കാണുക. വിവർത്തനം: വിവിധ ദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ മഹാപ്രഭുവിനെ കാണാൻ അവിടുന്ന് ശേഷം എല്ലാം ഹരേ കൃഷ്ണ ചെയ്തു. ശ്ലോകം 90. കൃഷ്ണനാമ വിനാ കേഹ നാഹി കഹേ ആരാ സബേ കൃഷ്ണ ഭക്ത ഹരേ ഹൈല ലോകേ ചമത്കാര. ശബ്ദാർത്ഥം: വിന ഹരേ കൃഷ്ണ നാമജപം കൂടാതെ കേഹ ആരും, നഹി കഹേ സംസാരിക ആരാ മറ്റൊന്നും, സഭേ അവരെല്ലാം, കൃഷ്ണഭക്ത ലോകെ ജന ചമത്കാര അത്ഭുതപ്പെട്ടു. എല്ലാവരും ഭഗവാൻ കൃഷ്ണന്റെ ഭക്തരായി തീർന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രമല്ലാതെ മറ്റൊന്നും അവതരിച്ചില്ല. സമാജങ്ങൾ അത്ഭുത സ്തബ്ധരായി. ശ്രീരംഗക്ഷേത്രേ വൈസേ യത വൈഷ്ണവ ബ്രാഹ്മണ ഏക ദിന സഭേ കൈല നിമന്ത്ര. ശ്രീക്ഷേത്രേ ശ്രീരംഗക്ഷേത്രത്തിൽ വൈസേ എല്ലാ വൈഷ്ണവ എല്ലാ ദിവസവും എല്ലാം കൈല നിമന്ത്രണ ഭഗവാനെ ക്ഷണിച്ചു. വിവർത്തനം: ശ്രീരംഗക്ഷേത്രത്തിൽ വസിച്ചിരുന്ന എല്ലാ വൈഷ്ണവ ബ്രാഹ്മണരും മഹാപ്രഭുവിനെ അവരുടെ ഭവനങ്ങളിലേക്ക് അയച്ചു. ഓരോ ദിവസവും പ്രഭുവിന്റെ ക്ഷണമുണ്ടാകും. ശ്ലോകം 92. ഏക ദിനെ ചാതുർമാസ്യ പൂർണ്ണ കഥക ബ്രാഹ്മണ ഭിക്ഷാദിതേന പായില. ശബ്ദാർത്ഥം: ഏക ദിനെ ഓരോ ദിവസവും ചാതുർമാസ്യ പൂർണ്ണ ഹൈല പൂർണ്ണമായി കഴിഞ്ഞു. കഥക ചില ബ്രാഹ്മണർ ഭിക്ഷാദിതേ മധ്യാഹ്ന ഭക്ഷണം സമർപ്പിക്കാൻ ഇല്ല അവസരം ലഭിക്കുക. വിവർത്തനം: മഹാപ്രഭു ഓരോ ദിവസവും ഓരോ ബ്രാഹ്മണനാൽ ക്ഷണിക്കപ്പെട്ടു. പക്ഷേ ഭഗവാന് ഉച്ചയൂണ് നൽകാൻ അവസരം ലഭിച്ചില്ല. കാരണം അതിനുള്ളിൽ ചാതുർമാസം അവസാനിച്ചു. ശ്ലോകം 93. ശ്രീക്ഷേത്രേ രഹേ ഏക വൈഷ്ണവ ബ്രാഹ്മണ ദേവാലയെ ആസീകരെ ഗീത ആവർത്തന. ശബ്ദാർത്ഥം: ശ്രീക്ഷേത്രേ ആ പുണ്യകാലത്ത് രഹേ ഉണ്ടായിരുന്നു ഏക ഒരു വൈഷ്ണവ ബ്രാഹ്മണൻ ദേവ ആലയെ ചെയ്തു. ഗീത ഭഗവത്ഗീതയുടെ ആവർത്തന പാരായണം. ക്ഷേത്രത്തിൽ ഒരു വൈഷ്ണവ ബ്രാഹ്മണൻ നിത്യവും ക്ഷേത്രം സന്ദർശിച്ച് ഭഗവത്ഗീത പാരായണം ചെയ്യുമായിരുന്നു. ശ്ലോകം 94. അഷ്ടാദശാധ്യായ ആനന്ദ ആവേശേ അശുദ്ധ പാഠേന ലോകഹാസേ. ശബ്ദാർത്ഥം: 18 അധ്യായ 18 അധ്യായങ്ങൾ വായിക്കുക.
ആനന്ദ ആവേശേ, ആനന്ദ ആവേശത്തിൽ, അശുദ്ധപടേന, ശ്ലോകം ശരിയായി ഉച്ചരിക്കാനില്ല. ലോക സാധാരണ ജനങ്ങൾ കരെ ചെയ്യുക, ഉപഹാസെ കളിയാക്കുക. ആ ബ്രാഹ്മണൻ ഭഗവത്ഗീത 18 അധ്യായങ്ങൾ വർദ്ധിച്ച അതീന്ദ്രിയ ആനന്ദത്തോടെ പാരായണം ചെയ്യുമായിരുന്നുവെങ്കിലും വാക്കുകൾ ശരിയായി ഉച്ചരിക്കാതിരുന്നതിനാൽ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു. ശ്ലോകം 95. കേഹ സേ കേഹ നിന്ദേ താഹ നാഹി മാനേ അവിഷ്ടഹയ ഗീത പടേ ആനന്ദിതമനേ. ശബ്ദാർത്ഥം കേഹ ഹാസെ, ചിലർ ചിരിച്ചു, കേഹ നിന്ദേ, ചിലർ വിമർശിച്ചു, താഹ അത്, നാഹി മാനെ, അദ്ദേഹം ശ്രദ്ധിച്ചില്ല, ആവിഷ്ടഹന, വർദ്ധിച്ച വേശത്താൽ, ഗീതാപടേ, ഭഗവത്ഗീത വായിച്ചു, ആനന്ദിത, വളരെ സന്തോഷത്തിൽ, മനെ, മനസ്സ്. വിവർത്തനം: അദ്ദേഹത്തിന്റെ തെറ്റായ ഉച്ചാരണം മൂലം ആളുകൾ ചില അദ്ദേഹത്തെ വിമർശിക്കുകയും പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുമായിരുന്നെങ്കിലും ആ ഭ്രാന്ത് ശ്രദ്ധിച്ചിരുന്നില്ല. ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതിന്റെ ആനന്ദാവേശത്തിൽ വളരെ സന്തോഷവാനായിരുന്നു. ശ്ലോകം 96. ശബ്ദാർത്ഥം പുളകിതനായി, വിയർപ്പ്, യാവത് ചെയ്യുമ്പോൾ, പഠന ഗ്രന്ഥപാരായണം, ദേഖി ആനന്ദിതം സന്തോഷത്തിൽ, ഹൈല ആയി തീർന്നു, മഹാപ്രഭുര ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സ്. കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് ഭക്തി വേദാന്ത സ്വാമി. വിവർത്തനം: ഗ്രന്ഥപാരായണം ചെയ്യുന്നതിനിടെ ബ്രാഹ്മണന് അതീതമായ ശാരീരിക പരിണാമങ്ങൾ അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് രോമാഞ്ചമുണ്ടാവുകയും നേത്രങ്ങളിൽ നിന്ന് അശ്രുക്കൾ പൊഴിയുകയും ശരീരം കമ്പനം കൊള്ളുകയും വിയർക്കുകയും ചെയ്തു. ഇത് കണ്ട് ശ്രീചൈതന്യ മഹാപ്രഭു അതീവ സന്തുഷ്ടനായി. ബ്രാഹ്മണന് അക്ഷരാഭ്യാസമില്ലാത്തത് മൂലം ശരിയായി ഉച്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും ഭഗവത്ഗീത പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അനന്താതിരേകത്തിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു. ശ്രീചൈതന്യ മഹാപ്രഭുവിന് ഈ ലക്ഷണങ്ങൾ നിരീക്ഷിച്ചപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. പരമദിവോത്തമ പുരുഷൻ ഭക്തിയിലാണ് പ്രസാദിക്കുന്നതെന്നും പാണ്ഡിത്യത്തിലല്ല എന്നും സൂചിപ്പിക്കുന്നു. വാക്കുകൾ പരിപൂർണതയോടെ അല്ല ഉച്ചരിച്ചതെങ്കിലും സാക്ഷാൽ കൃഷ്ണൻ തന്നെയായ ശ്രീചൈതന്യ മഹാപ്രഭു അത് വളരെ ഗൗരവത്തിൽ എടുത്തില്ല. മറിച്ച് അവിടുന്ന് ഭക്തിഭാവത്താൽ സന്തുഷ്ടനായ ശ്രീമദ് ഭാഗവത്തിൽ 1-ാം സ്കന്ധം 5-ാം അധ്യായം 11-ാം ശ്ലോകത്തിൽ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിപ്ലവവും സാധവ. നേരെ മറിച്ച് പരമോന്നതനായ ഭഗവാന്റെ നാമം, യശസ്, രൂപങ്ങൾ, ലീലകൾ ഇവകളുടെ വർണ്ണനകൾ നിറഞ്ഞ ആ സാഹിത്യം ഈ ലോകത്തിന്റെ വൈദികപ്പെട്ട സംസ്കാരത്തിന്റെ അധാർമിക ജീവിതങ്ങളിൽ ഒരു വിപ്ലവം കൊണ്ടുവരുന്നതിലേക്കായുള്ള അതീന്ദ്രിയ വചനങ്ങളാൽ പൂരിതമായ ഒരു വ്യത്യസ്തത സൃഷ്ടിക്കാം. അത്തരം അതീന്ദ്രിയ സാഹിത്യങ്ങൾ അപൂർണമായി രചിക്കപ്പെട്ടതാണെങ്കിൽ പോലും പരിശുദ്ധരായ ജനങ്ങളാൽ ശ്രവിക്കപ്പെടുകയും ആലപിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരത്തിന് ലോകത്തിന്റെ ഭാവാർത്ഥം മനസ്സിലാവുന്നതാണ്. ശ്രീചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം ഏന ഭൂതലെ സ്വയം രൂപഗതാമഹ്യം ദദാന്തീശ്വരാന്തികം വന്ദേഹം ശ്രീഗുരു ശിവദ പദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗജാതം സാഗരനാഥം വൃന്ദം സജീവം സാദ്വേദം സാവധൂതം പരിചയസഹിതം കൃഷ്ണ ചൈതന്യ ദൈവം നമസ്തേ സരസ്വതി ദേവി ഗൗവാണി പ്രജാനെ ശ്രേഷ്ഠ ശൂന്യാദിശാല്യ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ചർച്ച ചെയ്യുന്നത് എല്ലാരും കേൾക്കാമല്ലേ? ഹരേ കൃഷ്ണ. ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് ബ്രോ, ഇടയ്ക്കിടയ്ക്ക് ചില വാക്ക് ക്ലിയർ ബ്രോ. ബെറ്റർ ആണോ? അല്ല, നേരത്തേലും കുറച്ച് ബെറ്റർ ആയ പോലെ തോന്നുന്നു ബ്രോ. ബാക്കിയുള്ളവരോടൊന്ന് ചോദിക്കാം ബ്രോ. ഇനിയിപ്പോ എന്റെ നെറ്റിന്റെ സ്ട്രെങ്ത്തിന്റെ പ്രശ്നമാണോ എന്ന് ഡൗട്ടുണ്ട്.
അല്ല പ്രഭു, അത് കൃഷ്ണകുമാർ പ്രഭു പറയുന്നത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വേർഡ്സ് ബ്രേക്ക് ആവുന്നുണ്ട്. വേണമെങ്കിൽ പ്രഭു വീഡിയോ ഒന്ന് ഓഫ് ചെയ്തോളണം പ്രഭു. ഓക്കെ 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 ശരി മാജി. അതിപ്പോ മഴയും ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഇന്നലെയും ഒക്കെ ഇങ്ങനെയായിരുന്നു പ്രശ്നം. പ്രഭു ഒന്ന് വീഡിയോ ഓഫ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ശരിയാവും. ലാഗ് വരുന്നുണ്ടോ അല്ലേ? ഇപ്പൊ കുഴപ്പമില്ലാതെ കേൾക്കുന്നുണ്ട് പ്രഭു. പ്രഭു തുടങ്ങണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് ഇടാം. ശരി ശരി. നമുക്ക് എന്താ പറയാ, ചൈതന്യ മഹാപ്രഭുയുടെ തെന്നിന്ത്യൻ യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം ശ്രീരംഗത്ത് വരികയാണ് അല്ലെ? ഉണ്ടാവും. അപ്പൊ ശ്രീരംഗ ക്ഷേത്രത്തിൽ വരുന്നത് ചാതുർമാസ സമയത്തായിരുന്നു. അപ്പൊ ചാതുർമാസ സമയത്തിൽ സന്യാസി വര്യന്മാർ അന്ന് കാലങ്ങൾ അവര് ആ സമയത്ത് ഒരു 4 ഇരുന്നുകൊണ്ട് തപസ്സല്യം അനുഷ്ഠിച്ചുകൊണ്ട് 6 സ്ഥലത്ത് അവര് പ്രവർത്തി ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് വെങ്കടഭട്ട ഒരു ഭക്തന്റെ ഗ്രഹത്തിൽ വരികയും അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹം സ്വീകരിച്ച് ഈ ചാതുർമാസ കൃഷ്ണനെയും ഭഗവാനെ പറ്റിയുള്ള ലീലകളെ പറ്റി ചർച്ച ചെയ്യുകയും അവരെ ഉദ്ധരിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ്. അങ്ങനെ ശ്രീകക്ഷേത്രത്തിൽ അറിയും 4 മാസം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ വ്യക്തികളൊക്കെ കാണാൻ സാധിച്ചു. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ പ്രസൻസ് കൊണ്ട് നാമം കൊണ്ട് ആൾക്കാരൊക്കെ നിരന്തരം ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും അവരും കൃഷ്ണപ്രേമം അവർക്ക് ലഭിക്കുകയും ചെയ്തു എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ഇനിയിപ്പം നമ്മള് ചർച്ച വരുന്നത് നമുക്ക് അവിടുത്തെ ബ്രാഹ്മണർക്ക് ഇദ്ദേഹത്തിന് എല്ലാ ദിവസവും പ്രസാദം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെ? ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം. അപ്പൊ ഉച്ചത്തെ പ്രസാദം കഴിക്കാനായിട്ട് അദ്ദേഹത്തിനെ സ്വീകരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ബ്രാഹ്മണന്മാർ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ആ ഒരു ചാൻസ് കിട്ടിയില്ല, കാരണം അപ്പോഴേക്കും 4 മാസം കഴിഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ആ ശ്രീരംഗ ക്ഷേത്രത്തിലുള്ള സമയത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലീലയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാണാൻ സാധിച്ചു, അപ്പൊ അവിടെ ആ ശ്രീരംഗ ക്ഷേത്രത്തില് ഒരു വൈഷ്ണവ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എല്ലാ ദിവസവും ക്ഷേത്രം സന്ദർശിക്കുകയും അതുകൂടാതെ തന്നെ അദ്ദേഹം ഭഗവത്ഗീത മുഴുവനായിട്ട് പാരായണം ചെയ്യുമായിരുന്നു. കാരണം അദ്ദേഹം 18 അധ്യായം ഡെയിലി അദ്ദേഹം വായിക്കും. അത് വായിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു വായന പോലെ അല്ല, നമ്മളൊക്കെ വായിക്കുന്ന ഒരു ഡ്യൂട്ടി എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ എല്ലാവരും പലപ്പോഴും വായിക്കുന്നത്. പക്ഷെ അത്രയും ആ ഭഗവത്ഗീത അധ്യായം വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആനന്ദം വർദ്ധിക്കുകയും അതുപോലെ തന്നെ അതൊക്കെ ചെയ്യാണ്. അപ്പൊ പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും ശരിക്കും ഉച്ചരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ചിന്തിച്ചു. കാരണം പൊതുവെയുള്ള ബ്രാഹ്മണരുടെ ഒരു ഇതാണ്, ശ്ലോകങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം, അത് ഉച്ചരിക്കണം, ഇത് ഉച്ചരിക്കണം. അപ്പൊ ഒരുപാട് നമ്മൾ എന്താ പറയാ, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പലപ്പോഴും അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം കൃഷ്ണനെ ഓർക്കുന്നുള്ള കാര്യത്തിലല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യണം, കിഴക്ക് നോക്കി ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ശുദ്ധിയായിരിക്കണം, ഇതൊക്കെ പറയുകയാണെങ്കിലും പക്ഷെ അൾട്ടിമേറ്റ്ലി അത് ഭഗവാനെ പറ്റി സ്മരണത്തിൽ അത് നയിക്കുന്നുണ്ടോ ഉള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവാറില്ല. അപ്പൊ നമ്മള് ശാസ്ത്രങ്ങളിൽ ഒരു ശ്ലോകം പറയുന്നു, സ്മാർത്തവ്യം ഹി സതതം വിഷ്ണു വിസ്മാർത്തവ്യം ഹി ജാതുചിത് സർവേ വേദ വിധേയനാശോ ഏതയോ ദേവ കിങ്കര. അതിൽ പറയുന്നു, സ്മാർത്തവ്യം ഹി സതതം വിഷ്ണു, എപ്പോഴും ഭഗവാനെ പറ്റി ഓർക്കണം, വിസ്മാർത്തവ്യം ഹി ജാതുചിത്, ഒരിക്കലും ഭഗവാനെ മറക്കാൻ പാടില്ല. ഇതാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഈ എല്ലാ വേദങ്ങളിലുള്ള നമ്മുടെ നിയമങ്ങളും നിയമങ്ങളും ഒക്കെ നമ്മൾ അതിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ആവശ്യം എന്തിനാണ്? ഭഗവാനെ പറ്റി എല്ലാ സമയം ഓർക്കുക, ഭഗവാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുകയും ഭഗവാൻ ഓർത്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി. കാരണം ഇദ്ദേഹം ശരിയായിട്ട് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന് ഉച്ചാരണം തെറ്റായതുകൊണ്ട് ആളുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരെ വിമർശിക്കുകയും അതുപോലെ തന്നെ പരിഹസിച്ചിരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ഇതൊന്നും ആ ബ്രാഹ്മണൻ ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം എന്താണ്, അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ എങ്ങനെ ഭഗവാനെ തൃപ്തിപ്പെടുത്താം എന്നാണ്. അപ്പൊ ഭക്തിയുത സേവനത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണ്, ബാക്കിയുള്ളവർ എന്ത് അഭിപ്രായം പറയുന്നു ഉള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഭക്തി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്, നമ്മൾ ഭഗവാനുമായിട്ടുള്ള ഭക്തി എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും.
അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശരിയായിട്ടുള്ള അസോസിയേഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. കാരണം നമുക്ക് എപ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ലോകത്തിൽ ഒരു പൊതുജന അഭിപ്രായം എപ്പോഴും ഉണ്ടാകും. പക്ഷെ അഭിപ്രായങ്ങൾ ഭക്തിയിൽ വരുമ്പോൾ നമ്മൾ ആ പൊതുജന അഭിപ്രായം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുന്നേറാൻ സാധിക്കില്ല. കാരണം എന്താണ്? കാരണം അവർക്ക് എന്താണ് ഭക്തി അറിയാത്തതുകൊണ്ട് പലപ്പോഴും അവർ പല അഭിപ്രായങ്ങൾ പറയും, ഇല്ലേ? നമ്മള് പല കാര്യങ്ങളും, എന്തൊരു കാര്യത്തിനെ പറ്റി എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും, ഈവൻ അവർക്ക് അതിനെപ്പറ്റി യോഗ്യത ഉണ്ടോ ഇല്ലയോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം, ആ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? ഇതൊന്നും അവരൊക്കെ ചിരിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതൊന്നും അദ്ദേഹം ചിന്തിച്ച് വിഷമിച്ചില്ല. അദ്ദേഹം ശ്രദ്ധയോടെ എന്ത് ചെയ്യുന്നു? ഭഗവത്ഗീത പാരായണം എല്ലാ ദിവസവും ചെയ്യുകയും, അപ്പൊ എപ്പോഴും അദ്ദേഹത്തിന് എന്താണ് അത് ചെയ്ത് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഡെയിലി ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അപ്പൊ ഈ ഗ്രന്ഥപാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പല പരിണാമങ്ങൾ അനുഭവപ്പെടുകയും, അപ്പൊ അദ്ദേഹത്തിന് രോമാഞ്ചം ഉണ്ടാകുകയും നേത്രങ്ങളിൽ നിന്ന് അശ്രുക്കൾ പൊഴിയുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതൊക്കെ ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലമാണ് ശരി, പ്രേമഭക്തിയിൽ. അപ്പൊ ഇത് കണ്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് അത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അദ്ദേഹം മഹാപ്രഭു എന്ത് ചെയ്തു? അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോവുകയും ഇദ്ദേഹത്തിനെ കണ്ട സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചു ഇദ്ദേഹം ഒരു ആത്മാർത്ഥതയുള്ളൊരു ഭക്തനാണ്. കാരണം ഭഗവാൻ അറിയാമല്ലോ ആരാണ് ശരിയായിട്ടും ഭക്തി ചെയ്യുന്നത്, അല്ല ജസ്റ്റ് ഒരു ഷോ ബോട്ടിൽ ഭക്തി ആര് ചെയ്യുന്നുള്ളത് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പം ഇവിടെ പറയുന്നു ശീല പ്രഭാത് ഭാവത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ആ ബ്രാഹ്മണന് അക്ഷരാഭ്യാസം ഇല്ലെങ്കിൽ കൂടി പക്ഷെ വിശ്വാസത്തോടെ അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാന്റെ ഈ ശ്ലോകങ്ങൾ അദ്ദേഹം വായിക്കുകയും അതിലൂടെ അദ്ദേഹത്തിന് എല്ലാ നല്ല ലക്ഷണങ്ങളൊക്കെ, ആനന്ദത്തിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവുകയും, ഇവിടെ പ്രഭുപാദ് പറയുന്ന ഒരു ഭാവാർത്ഥത്തിൽ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. അതിൽ പറയുന്നു, പരമദൈവത്വ പുരുഷൻ ഭക്തിയിലാണ് പ്രസാദിക്കുന്നതെന്നും പാണ്ഡിത്യത്തിലല്ല എന്നും ഇത് സൂചിപ്പിക്കുന്നു. വാക്കുകൾ പരിപൂർണതയോടെ എല്ലാം ഉച്ചരിക്കുന്നതെങ്കിലും സാക്ഷാൽ കൃഷ്ണൻ തന്നെയായ ശ്രീചൈതന്യ മഹാപ്രഭു അത് വളരെ ഗൗരവത്തിൽ എടുത്തില്ല, മറിച്ച് അവിടുന്ന് ഭക്തിഭാവത്താൽ സന്തുഷ്ടനായി. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഭക്തിയിലാണ് ആക്ച്വലി പ്രസാദിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, കാരണം നമുക്കത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ പാണ്ഡിത്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അറിവ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അപ്പൊ നമ്മുടെ പാണ്ഡിത്യം എന്ന് പറയുന്നത് ഭഗവാന്റെ പാണ്ഡിത്യത്തിന് മുമ്പിൽ എന്തെങ്കിലും ആണോ? ഒന്നുമേ അല്ല ശരിക്കും. പക്ഷെ അതേ സമയത്ത് കാരണം എല്ലാം ഭഗവാനാണ് നമുക്ക് തരുന്നത്. ആ കഴിവുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഓർക്കാനും പറയാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ആ പാണ്ഡിത്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഭക്തി എന്ന് പറയുന്നത് എന്താണ്? അവിടെ സ്നേഹമാണ്. അപ്പൊ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണത്. അപ്പൊ അവിടെ എന്താണ്? അവിടെ സ്നേഹത്തിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഭക്തി ചെയ്യുന്ന ഒരു ഭക്തനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടോ അത് പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, സ്നേഹത്തോടെ. അപ്പം പാണ്ഡിത്യത്തിൽ എന്താണ്? പാണ്ഡിത്യത്തിൽ നമ്മൾ ചിലപ്പോൾ അഹങ്കരിക്കും, എനിക്ക് ഇത്ര അറിയാം, എനിക്ക് അതറിയാം, ഇതറിയാം എന്നുള്ള ബോധത്തോടെ ആയിരിക്കും ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത്. പക്ഷെ ഭക്തിയോടെ ചെയ്യുന്ന ഒരു വ്യക്തി എന്താണ് പറയുന്നത്? അദ്ദേഹം എന്താണ്? സ്നേഹത്തോടെ അദ്ദേഹം ഇത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഉള്ള രീതിയിൽ, അത് എനിക്ക് കഷ്ടമായാലും ശരി, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, ഇത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന ബോധത്തോടെ ചെയ്യുമ്പോഴാണ് അത് ഭക്തിയായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ ബ്രാഹ്മണന്റെ ഭക്തി ഭഗവാനെ തൃപ്തിപ്പെടുത്തി. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് അത് മനസ്സിലാക്കുകയും അദ്ദേഹം തൃപ്തിപ്പെടുകയും ചെയ്തു എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഇവിടെ ശീല പ്രഭുപാദ് ഭാഗവത്തിൽ നിന്നുള്ളൊരു ശ്ലോകം ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ശ്ലോകം പല പല ഗ്രന്ഥങ്ങളിലും നമ്മൾ വായിച്ച ഒരു ശ്ലോകം തന്നെയാണ്. കാരണം പല ബുക്കുകൾ എഴുതുമ്പോഴും ശീല പ്രഭുപാദ് ഈ ഒരു ശ്ലോകം ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അതിൽ പറയുന്നതാണ്, ഇപ്പൊ നമ്മൾ ഭഗവാന്റെ നാമങ്ങളും അല്ലെങ്കിൽ യശസ്, രൂപങ്ങൾ, ലീലകളെ പറ്റി നമ്മൾ വർണ്ണന ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം നമ്മൾ വഴിതെറ്റിക്കപ്പെട്ട ഈ സംസ്കാരത്തിന്റെ അധാർമിക ജീവിതത്തിൽ അതെന്താ ഒരു വിപ്ലവമായിട്ട് മാറും. വിപ്ലവം കൊണ്ടുവരാനുള്ള അതീന്ദ്രിയ വചനങ്ങളാണ് ആ വാക്കുകൾ. അത് സാധാരണ ഒരു ഭൗതികമായിട്ടുള്ളൊരു വാക്കല്ല. അപ്പം അത് അങ്ങനെ ഇരിക്കുന്ന ആ അതീന്ദ്രിയമായിട്ടുള്ള ആ സാഹിത്യങ്ങൾ ഇപ്പൊ നമ്മളത് പ്രോപ്പറായിട്ട് നമുക്ക് ചിലപ്പോൾ ചില ഭാഷകളിലൊക്കെ അത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ സാധിക്കില്ലായിരിക്കും, പ്രോപ്പറായിട്ട് ചിലപ്പോൾ രചിക്കപ്പെടാൻ പറ്റില്ലെങ്കിൽ കൂടി അത് പരിശുദ്ധരായ ജനങ്ങളാൽ ശ്രവിക്കപ്പെടുകയും ആലോചിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഉള്ള കാര്യമാണ്. അപ്പൊ അത് എന്താണ്? ആ മെസ്സേജ് പ്യൂർ ആയതുകൊണ്ട് എന്താണ്? നമ്മളത് പ്രോപ്പറായിട്ട്
അത് വ്യക്തികൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഹൃദയത്തിൽ മാറ്റം വരും. ഈവൻ ഞാനൊരു റീസെന്റ് ഒരു ലെക്ചറിൽ കേട്ട സമയത്ത് ഒരു ആധ്യാത്മിക ആചാര്യൻ അദ്ദേഹം പറയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പ്രഭുപാദ് പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഞാൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്ന വാക്കുകൾ പെർഫെക്റ്റ് ആണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? അപ്പൊ അതാണ്, അപ്പൊ നമ്മള് ശാസ്ത്രങ്ങൾ പെർഫെക്റ്റ് ആണ്, അപ്പൊ നമ്മൾ അത്രത്തോളം പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടി നമ്മൾ അതിനെ യഥാരൂപമായിട്ട് നമ്മൾ അതിനെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നോളജ് ആയിട്ട് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതാണ്. ഇപ്പൊ ഈ ഒരു ശ്ലോകത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ ഭഗവാൻ തൃപ്തിപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ഭക്തിയിലൂടെയാണ്, അല്ലാതെ പാണ്ഡിത്യത്തിലൂടെ അല്ല. കാരണം അദ്ദേഹത്തിന് എന്തുണ്ട് എന്തില്ല എന്നുള്ള അവിടെ നോക്കുന്നില്ല. ഭഗവാൻ നോക്കുന്നത് എത്രത്തോളം സ്നേഹത്തോടെയും ഭക്തിയോടെയും കൂടിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. അതിലിപ്പം അദ്ദേഹത്തിന് അത് പഠിപ്പുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഭാഗ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ, അതൊന്നും നോക്കുന്നില്ല. അതാണ് ഒരു ഇതായിട്ട് പറയുന്നത്. നമുക്ക് ഈവൻ ഇതിൽ കൂടി ശാസ്ത്രങ്ങളിൽ കൂടി ഇത് പലപ്പോഴും പറയാറുണ്ട്. ചില ഇതിലൊക്കെ ഒരു ശ്ലോകത്തിന്റെ ഇതില് ഭാവാർത്ഥത്തിൽ അത് പറയാറുണ്ട്. എനിക്കൊന്ന് ഇതേ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിലാണ് ഈ നമ്മുടെ ഈ 1:5:11 ഭാവാർത്ഥം നമ്മൾ എടുത്തില്ല. അത് വലിയൊരു ഭാവാർത്ഥമാണ്. ഞാനപ്പോ അത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നില്ല, എനിക്ക് വായിച്ചു നോക്കാം. അപ്പൊ അതില് പറയുന്നു, ഭാഗവത്തിന്റെ ആ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ അത് പറയുന്നുണ്ട്. അതിൽ ശീലപ്രഭുപാദ് ആദ്യത്തെ വരി തന്നെ അത് പറയുന്നുണ്ട്. അപ്പം ഒരു വലിയൊരു വ്യക്തികളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നു, അതാണ് ഏറ്റവും മോശമായിട്ട് കാര്യങ്ങളിൽ നിന്നുകൂടി ഏറ്റവും നല്ലത് എടുക്കുക എന്നുള്ളതാണ് ഒരു വലിയ വ്യക്തികളുടെ, ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തികളുടെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പം അതിൽ പറയുന്നു, അപ്പം ഒരു ബുദ്ധിമാനായ വ്യക്തി എന്ത് ചെയ്യും, ഒരു വിഷത്തിൽ നിന്നും അതിൽ നിന്ന് ഒരു അമൃത് ഉണ്ടെങ്കിൽ അതിനെ എടുക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഒരു സ്വർണം ഉണ്ടെങ്കിൽ കൂടി ആ വ്യക്തി, അത് വളരെ ഒരു മലിനമായ സ്ഥലമാണെങ്കിൽ കൂടി അതൊന്ന് സ്വർണം ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈവൻ ഒരു താനുകൊളത്തിലൊരു ഒരു എന്താ പറയാ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു താണൊരു കുലത്തിലുള്ള ഒരു കുടുംബത്തിലാണെങ്കിൽ കൂടി ഒരു നല്ലൊരു സ്ത്രീ, നല്ല യോഗ്യതയുള്ള സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയെ ഒരു ഭാര്യയായിട്ട് അദ്ദേഹം സ്വീകരിക്കും. അതുപോലെ തന്നെ ഒരു നല്ല ഒരു വ്യക്തി നമുക്ക് നല്ലൊരു ഒരു ലെസൺ പറഞ്ഞു തരാണ്, നമുക്ക് നല്ലൊരു ഉപദേശം തരികയാണെങ്കിൽ കൂടി ആ വ്യക്തി ആ ഒരു വ്യക്തി എന്താണ്, സാധാരണ ഒരു വ്യക്തി, ഒരു ചണ്ടാലനായ കുലത്തിൽ നിന്ന് വരുന്ന വ്യക്തികളാണെങ്കിൽ കൂടി ആ വ്യക്തിയിൽ നിന്ന് കൂടി ആ വ്യക്തി കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ് ഇത് പറയുന്നത്. അപ്പം ഇത് എല്ലാവർക്കും ഉള്ളൊരു ഉപദേശമാണെന്ന് പറഞ്ഞു. ഏതൊരു സ്ഥലത്തും അതിനൊരു എക്സെപ്ഷൻ ഇല്ല എന്നാണ് ശീലപ്രഭാത് അതിൽ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ അപ്പൊ നമ്മൾ ഏതൊരു ഭഗവാനെ പറ്റിയിട്ടുള്ള ഏതൊരു സാഹിത്യവും എന്തൊരു കാര്യം നമ്മൾ എടുത്താൽ കൂടി അത് ഈവൻ ദോ അത് പ്രോപ്പറായിട്ട് അത് പ്രസന്റ് ചെയ്തില്ലെങ്കിൽ കൂടി, അപ്പൊ ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ലാംഗ്വേജിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി, പക്ഷെ ഭഗവാനെ പറ്റി ആയതുകൊണ്ട് അത് കേൾക്കുന്നുണ്ട്, പറയുന്നവരും കേൾക്കുന്നവർക്കും ഈക്വലി ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് ഇതിൽ പറയുന്നത് ഈ ശ്ലോകത്തിൽ. അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്തൊരു ശ്ലോകം നോക്കാം. ശ്ലോകം 97. മഹാപ്രഭു പുച്ചില താൻരേ ശുന മഹാശയ കോനർത്ഥ ജാനി തൊമാര ഏതസുഗായ. ശബ്ദാർത്ഥം മഹാപ്രഭു പുച്ചില അന്വേഷിച്ചു, താൻരേ അദ്ദേഹത്തോട്, ശുന കേട്ടാലും, മഹാശയൻ, കോൻ എന്ത്, അർത്ഥം ജാനി അറിഞ്ഞിട്ട്, തൊമാര നിങ്ങളുടെ, ഏത മഹത്തായ, സുഖം ഹയ ആകുന്നു. വിവർത്തനം. ശ്രീചന്ദ്ര മഹാപ്രഭു രാവണനോട് ചോദിച്ചു, മഹാശയ എന്തുകൊണ്ടാണ് അങ്ങ് ഇത്രയധികം പ്രേമാവേശത്തിലാകുന്നത്? ഭഗവത്ഗീതയുടെ ഏത് ഭാഗമാണ് അങ്ങേക്ക് ഇത്തരത്തിലുള്ള അതീന്ദ്രിയ ആനന്ദം നൽകുന്നത്? ശ്ലോകം 98. വിപ്രക ഹേമൂർഖ ആമി ശബ്ദാർത്ഥ ന ജാനി ശുദ്ധാശുദ്ധ ഗീത പടി ഗുരുവാജ്ഞാമാനി. ശബ്ദാർത്ഥം. വിപ്രകഹേ ബ്രാഹ്മണൻ പറഞ്ഞു, മൂർഖ ആമി ഞാൻ നിരക്ഷരനാണ്, ശബ്ദാർത്ഥ വാക്കുകളുടെ അർത്ഥം, ഞാൻ ജാനി എനിക്കറിയില്ല, ശുദ്ധ അശുദ്ധ ചില സമയത്ത് ശരിയാ ചിലപ്പോൾ ശരിയല്ല, ഗീത ഭഗവത്ഗീത പടി വായിക്കുന്നു, ഗുരുവിന്റെ ആജ്ഞ മാനി സ്വീകരിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം. കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ വേദസമാനന്ദ ഭക്തിവേദ സ്വപ്രഭാ കീ ജയ്. വിവർത്തനം. ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു, ഞാൻ നിരക്ഷരനാണ്, അതിനാൽ എനിക്ക് വാക്കുകളുടെ അർത്ഥം അറിയില്ല. ചിലപ്പോൾ ഞാൻ ഭഗവത്ഗീത ശരിയായി വായിക്കും, ചിലപ്പോൾ തെറ്റായും. എന്തായാലും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ പാലിക്കുവാൻ വേണ്ടിയാണ്. ഭാവാർത്ഥം. ഭഗവത്ഗീത തെറ്റായി വായിക്കുമ്പോൾ പോലും ശ്രീചന്ദ്ര മഹാപ്രഭുവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞതിനാൽ ജീവിതത്തിൽ അങ്ങേയറ്റം വിജയം വരിച്ച ഒരു വ്യക്തിക്കുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ബ്രാഹ്മണൻ.
അദ്ദേഹത്തിന്റെ ആധ്യാത്മിക പ്രവൃത്തികൾ ശരിയായ ഉച്ചാരണം പോലുള്ള ഭൗതിക കാര്യങ്ങളെ ആശ്രയിച്ചിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ വിജയം ആത്മീയ ഗുരുവിന്റെ ഉപദേശം നിഷ്ഠയോടെ പിന്തുടരുന്നതിനെ ആശ്രയിച്ചായിരുന്നു. യസ്യ ദേവേ പരാഭക്തിർ ഇതാ ദേവേ തഥാ ഗുരു തസ്യേതേ കഥിതഹ്യർത്ഥ പ്രകാശന്റെ മഹാത്മനഃ. ഭഗവാനിലും ആധ്യാത്മിക ഗുരുവിനും ഒരേപോലെ അചഞ്ചലമായ വിശ്വാസമുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ വൈദിക ജ്ഞാനം സ്വയമേ വെളിപ്പെടുകയുള്ളൂ. ശ്വേതാശ്വത ഉപനിഷത്ത് 6:23. വാസ്തവത്തിൽ ഭഗവത്ഗീതയിലെയോ ശ്രീമദ് ഭാഗവത്തിലെയോ വാക്കുകളുടെ സാരം ഗുരുവിന്റെ ആജ്ഞകൾ കർശനമായി പിന്തുടരുന്ന ഒരു വ്യക്തിക്ക് വെളിപ്പെടും. അതേപോലെ പരമദ്യോത പുരുഷനിൽ അചഞ്ചല വിശ്വാസമുള്ള ഒരാൾക്കും അവ വെളിപ്പെടും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണനിലും ആധ്യാത്മിക ഗുരുവിലുമുള്ള വിശ്വാസമാണ് ആധ്യാത്മിക ജീവിത വിജയത്തിന്റെ രഹസ്യം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭു ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത്, എന്തുകൊണ്ടാണ് അങ്ങക്ക് ഇത്രയും പ്രേമാവേശം ഉണ്ടാവുകയും ഭഗവത്ഗീതയിലെ ഏത് ഭാഗമാണ് അങ്ങക്ക് ഇത്തരത്തിൽ അതീന്ദ്രിയ ആനന്ദം നൽകുന്നത് ചൈതന്യ മഹാപ്രഭു ചോദിച്ചു അറിയാൻ വേണ്ടിട്ട് അദ്ദേഹം ആ ബ്രാഹ്മണന്റെ. അപ്പം ബ്രാഹ്മണൻ പറയാണ്, എനിക്ക് അക്ഷരാഭ്യാസമൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് എല്ലാ വാക്കുകളുടെ അർത്ഥം എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ചില സമയത്ത് ശരിയായിട്ട് വായിക്കും, ചിലപ്പോൾ തെറ്റായിട്ട് വായിക്കും. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു സേവനം കൊണ്ട് അത് എന്റെ ആധ്യാത്മിക ഗുരുവിനെ ആധ്യാത്മിക ഗുരുവിന്റെ ഒരു എന്താണ് ആജ്ഞയാണ്, അപ്പൊ അതിനെ പാലിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, അപ്പം ഭഗവാന്റെ അറ്റൻഷൻ നേടുക എന്നുള്ളതാണ് ശരിക്കും ജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ പലപ്പോഴും പല സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പേര് വരുന്നുണ്ടോ, അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കാം. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ആ ബ്രാഹ്മണൻ അദ്ദേഹം ആ ഒരു ഭഗവത്ഗീത പഠനം ചെയ്തു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു, അവിടെ അദ്ദേഹം ചെയ്യുന്ന സമയത്തും അവിടെ ആരും വന്ന ആൾക്കാർക്ക് കുറ്റം പറയുകയും അദ്ദേഹം ശരിയായി പറയുന്നില്ല, പരിഹസിക്കുകയും ചെയ്തെങ്കിലും, പക്ഷെ ഇവിടെ പരമദ്യോത പുരുഷ ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭു തന്നെ അവിടെ വന്ന് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ജീവിതത്തിൽ ശരിയായിട്ടുള്ള വിജയം കൈവരിച്ചു എന്ന് ശീലപ്രഭു വളരെ വ്യക്തമായിട്ടും പറഞ്ഞു. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. കാരണം എന്താണ്, അദ്ദേഹത്തിന്റെ ഇവിടെ പറയുന്നതാണ്, അപ്പൊ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതിലെന്താണ്, ഉച്ചാരണം ഭൗതിക കാര്യങ്ങളെ ആശ്രയിച്ചിരുന്നില്ല. പക്ഷെ എന്താണ് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത്, എന്താണ്, അദ്ദേഹം ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശം നിഷ്ഠയോടെ പിന്തുടരുന്നതിനെ ആശ്രയിച്ചായിരുന്നു, അല്ലെ? അപ്പൊ ആധ്യാത്മിക ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യുക, അതാണ് നമ്മുടെ ആക്ച്വലി ആധ്യാത്മിക ജീവിതത്തിന്റെ വിജയം കൈവരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. അപ്പം ശ്വേതാശ്വത ഉപനിഷത്തിൽ പറയുന്ന പോലെ, അപ്പം നമുക്ക് വൈദിക ജ്ഞാനം എന്ന് പറയുന്നത് ഒരുപാട് കടൽ പോലെയാണ്. അപ്പൊ നമുക്ക് അതിനൊന്നും നമുക്ക് നമ്മുടെ കഴിവോ ബുദ്ധിശക്തി കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചോണ്ടോ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ഇതിൽ പറയുന്നതാണ്, ഏതൊരു വ്യക്തിക്കാണോ ഭഗവാനിലും ആധ്യാത്മിക ഗുരുവിലും ഒരേപോലെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുള്ളത്, ആ വ്യക്തികൾക്ക് മാത്രമാണ്, ആ മഹാത്മാക്കൾക്ക് മാത്രമാണ് വൈദിക ജ്ഞാനം സ്വയമേ വെളിപ്പെടുകയുള്ളൂ എന്നാണ് ശ്വേതാശ്വത ഉപനിഷത്ത് പറയുന്നത്. അപ്പം അതിൽ പറയുന്നതാണ്, അപ്പൊ നമുക്ക് പല പല കാര്യങ്ങൾ വായിക്കാം, മനസ്സിലാക്കാം. പക്ഷെ അതിന് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ആ ഗുരുവിന്റെ ആജ്ഞകളെ നമ്മൾ കർശനമായിട്ട് പിന്തുടരണം എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്തുടരുന്ന വ്യക്തിക്കാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുന്നതാണ് പറയുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് പരമദ്യോതപുരുഷനായ കൃഷ്ണനിലും ഗുരുവിലും അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ആധ്യാത്മിക ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അപ്പം ആധ്യാത്മിക ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് എന്താണ്, കൃഷ്ണനിലും ആധ്യാത്മിക ഗുരുവിലും ഒരേപോലുള്ള വിശ്വാസമാണ് ഉള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മുടെ കഴിവുകളോ അതൊന്നും അല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തിൽ എന്താണ്, നമ്മൾ ആധ്യാത്മിക ഗുരുവിന്റെയും കൃഷ്ണന്റെയും കാരുണ്യമാണ്. അപ്പൊ ആ കാരുണ്യം വരുന്നത് എങ്ങനെയാണ്, നമ്മൾ അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അവരുടെ ഉപദേശങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, അതനുസരിച്ചാണ് നമുക്ക് ആ വിശ്വാസം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 99. അർജുനെ രരതേ കൃഷ്ണ ഹയ രജ്ജുധര വസിയ ചേഹാതെ തോത്ര ശ്യാമള സുന്ദര. ശബ്ദാർത്ഥം, അർജുനന്റെ രഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഹയ ആകുന്നു, രജുദ്ധര കടിഞ്ഞാൻ പിടിക്കുക, വസിയാച്ചെ ഭഗവാൻ അവിടെ ഇരുന്ന്, ഹാത്തെ കയ്യിൽ, ത്വത്ര കടിഞ്ഞാൻ, ശ്യാമള കറുത്ത, സുന്ദരമായ വിവർത്തനം. ബ്രാഹ്മണൻ തുടർന്നു, വാസ്തവത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ രഥത്തിൽ സാരഥിയായി ഇരിക്കുന്നത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കൈകളിൽ കടിഞ്ഞാൻ ഏന്തിയ അവിടുന്ന് ശ്യാമളവർണ്ണനും അതിസുന്ദരനുമായി കാണപ്പെടുന്നു. ശ്ലോകം 100. അർജുനെ രകഹി തേ ചേന ഹിത ഉപദേശ താൻരതേ കിഹയ മോര ആനന്ദ ആവേശ.
ശബ്ദാർത്ഥം അർജുനേര, അർജുനന്, കഹി തേ ചേന, പറയുന്നു, ഹിത ഉപദേശ, സതുപദേശം, താൻറെ, അദ്ദേഹത്തിന്, ദേക്കി കാണുക, ഹയ ഉണ്ട്, മോര എന്റെ, ആനന്ദാവേശം. വിവർത്തനം: ഭഗവാൻ കൃഷ്ണൻ രഥത്തിൽ ഉപവിഷ്ടനായിക്കൊണ്ട് അർജുനനെ ഉപദേശിക്കുന്നത് കാണുമ്പോൾ ഞാൻ ആനന്ദാവേശത്താൽ പൂരിതനാകുന്നു. ശ്ലോകം 101. യാവത് പടോൻ താവത് പാന താൻര ദർശന, ഏയിലാഗി ഗീതാ പാട നാചാടേ മോരമന. ശബ്ദാർത്ഥം: യാവത് എത്രത്തോളം, പടോൻ വായിക്കുന്നു, താവത് അതുവരെ, പാന ലഭിക്കുന്നു, താൻര ഭഗവാന്റെ, ദർശനം, ഏയിലാഗി ഇക്കാരണത്താൽ, ഗീതാ പാഠ ഭഗവത്ഗീതാ പാരായണം, നാചാടെ ഉപേക്ഷിക്കുകയില്ല, മോരമന എന്റെ മനസ്സ്. വിവർത്തനം: ഭഗവത്ഗീത വായിക്കുന്നിടത്തോളം ഞാൻ ഭഗവാന്റെ രൂപഭംഗി മാത്രം ദർശിക്കുന്നു. അതിനാൽ ഞാൻ ഗീത വായിക്കുന്നു, എന്റെ മനസ്സിന് ഇതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ സാധിക്കുന്നുമില്ല. ശ്ലോകം 102. പ്രഭുക ഹേ ഗീതാ പഴേ തൊമാരായി അധികാര, തുമീസേ ജാനഹ ഹേ ഗീതാര അർത്ഥസാര. ശബ്ദാർത്ഥം: പ്രഭു കഹേ, ഭഗവാൻ പറഞ്ഞു, ഗീത പാടെ ഭഗവത്ഗീത വായനയിൽ, ത്വമാര ഈ അധികാര നിങ്ങൾക്ക് ശരിയായ അധികാരമുണ്ട്, തുമി നിങ്ങൾ, സേയ് അത്, ജാനഹ അറിയുക, ഏയ് ഇത്, ഗീതാര ഭഗവത്ഗീതയുടെ അർത്ഥസാര യഥാർത്ഥ ഭാവാർത്ഥം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദാചാര്യ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീ പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം: ശ്രീചൈതന്യ മഹാപ്രഭു ബ്രാഹ്മണനോട് പറഞ്ഞു, തീർച്ചയായും താങ്കൾ ഭഗവത്ഗീത പാരായണത്തിൽ ഒരു പ്രാമാണികനായിരിക്കുന്നു. താങ്കൾക്ക് അറിവുള്ള എന്താണെന്നോ അതുതന്നെയാണ് ഭഗവത്ഗീതയുടെ യഥാർത്ഥ സാരം. ഭാവാർത്ഥം: ശാസ്ത്രങ്ങൾ അനുസരിച്ച് ഭക്തിയ ഭാഗവതം ഗ്രാഹ്യം ന ബുദ്ധ്യാനച ഹികയ. ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും ഒരു യഥാർത്ഥ ഭക്തനിൽ നിന്നുള്ള ശ്രവണത്തിലൂടെ മനസ്സിലാക്കണം. പാണ്ഡിത്യം കൊണ്ടോ തീക്ഷ്ണമായ ബുദ്ധി കൊണ്ടോ അവ മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെയും പറയപ്പെട്ടിരിക്കുന്നു, ഗീതാധീത ച ഏനാപി ഭക്തിഭാവേന ചേതസ വേദശാസ്ത്ര പുരാണാനി തേനാതീതാനി സർവശ. ഭഗവത്ഗീത വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വായിക്കുന്ന ഒരു വ്യക്തിക്ക് വേദജ്ഞാനത്തിന്റെ സത്ത വെളിപ്പെടുന്നു. ശ്വേതാശ്വതര ഉപനിഷത്ത് 6:23 പ്രകാരം യസ്യ ദേവേ പരാഭക്തർ യഥാ ദേവേ തഥാ ഗുരോ തസ്യേതേ കഥിതഹ്യർത്ഥ പ്രകാശന്റെ മഹാത്മന. ഭഗവാനിനും ആധ്യാത്മിക ഗുരുവിനും ഒരേപോലെ അചഞ്ചലമായ വിശ്വാസമുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ വേദജ്ഞാനം സ്വയം വെളിപ്പെടുകയുള്ളൂ. എല്ലാ വേദ സാഹിത്യങ്ങളിലും വിശ്വാസത്തിലൂടെയും ഭക്തിയിലൂടെയും ആണ് മനസ്സിലാക്കേണ്ടത്, ഭൗതിക പാണ്ഡിത്യം കൊണ്ടല്ല. നാം അതിനാൽ ഭഗവത്ഗീത യഥാരൂപം അവതരിപ്പിച്ചിരിക്കുന്നു. ഭഗവത്ഗീത പാണ്ഡിത്യത്തിന്റെ തലത്തിൽ പാരായണം ചെയ്യുന്ന പണ്ഡിതരെന്നും ദാർശനികരെന്നും പറയപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവർ വെറുതെ സമയം പാഴാക്കുകയും അവരുടെ വ്യാഖ്യാനങ്ങൾ വായിക്കുന്നവരെ വഴിതെറ്റിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം ആ ബ്രാഹ്മണൻ ഭഗവത്ഗീത പഠനം ചെയ്യുന്നത് കൂടെ തന്നെ വാസ്തവത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹം മനസ്സിലാതെ സങ്കല്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ അർജുന്റെ രഥത്തിൽ സാരഥിയായിട്ട് ഇരിക്കുന്നതും കയ്യിൽ കടിഞ്ഞാനെ എന്തി ഭഗവാൻ എന്താണ് ശ്യാമളവർണ്ണനായിട്ടുള്ള ഭഗവാൻ സുന്ദരനായിട്ട് കാണപ്പെടുന്നു. അപ്പൊ ആ ഒരു വിഷനാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പം അതുപോലെ തന്നെ ഭഗവാൻ രഥത്തിലിരുന്ന് കൃഷ്ണ ഉപവിഷ്ടനായിക്കൊണ്ട് അർജുനെ ഉപദേശിക്കുന്നതും കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആനന്ദം ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അപ്പം അതിനുശേഷം അദ്ദേഹം അവസാനമായിട്ട് പറയുന്നത് എന്താണ്? ഇപ്പം ഭഗവത്ഗീത വായിക്കുന്നിടത്തോളം ഞാൻ ഭഗവാന്റെ രൂപഭംഗി മാത്രം ദർശിക്കുന്നു. അതിനാൽ ഞാൻ ഗീത വായിക്കുന്നു, എന്റെ മനസ്സിനെ ഇതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ സാധിക്കുന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിന് ഇതിന്റെ അർത്ഥമോ കാര്യങ്ങളോ ഒന്നും പൂർണ്ണമായിട്ട് മനസ്സിലായെങ്കിൽ കൂടി ഗുരുവിന്റെ ആജ്ഞപ്രകാരം ആ ഒരു ഉപദേശത്തിനെ അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അപ്പം ഗീത അദ്ദേഹം വായിക്കുന്നിടത്തോളം ഭഗവാന്റെ രൂപത്തിന് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുകയും അദ്ദേഹത്തിന് മനസ്സിന് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് പലപ്പോഴും നമുക്ക് ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രന്ഥം വായിക്കുമ്പോൾ കൂടി നമുക്ക് ഭഗവാനെ പറ്റി നാമം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗ്രന്ഥം വായിക്കുമ്പോൾ കൂടി പലപ്പോഴും എത്രത്തോളം ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു ബ്രാഹ്മണൻ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ്? ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിൽ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. കാരണം എന്താണ്? അദ്ദേഹം അത്രയും വിശ്വാസത്തോടെയാണ് ആ ഗുരുവിന്റെ വാക്കുകളെ അദ്ദേഹം പാലിക്കുന്നത്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ പറയുന്നത്, നിങ്ങളാണ് ശരിയായിട്ടുള്ള അധികാരി എന്ന് പറയുന്നത് അല്ലെ, ഇവിടെ പറയുന്നത് അല്ലെ, തുമാരായി അധികാര എന്താണ്? അപ്പൊ നിങ്ങളാണ് ശരിക്കും ഭഗവത്ഗീത പാരായണത്തിൽ നിങ്ങളാണ് ശരിക്കും ഒരു യഥാർത്ഥ ഭക്തൻ ഇതിൽ പറയുന്നത്. അപ്പം ഭഗവത്ഗീത ഇതിൽ പറയുന്നതാണ്, തീർച്ചയായും താങ്കൾ ഭഗവത്ഗീത പാരായണത്തിൽ ഒരു പ്രാമാണികനായിരിക്കുന്നു. താങ്കൾക്ക് അറിവുള്ളത് എന്താണോ അത് തന്നെയാണ് ഭഗവത്ഗീതയുടെ യഥാർത്ഥ സാരം. അപ്പൊ നിങ്ങളാണ് ശരിക്കും ഭഗവത്ഗീതയെ
മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഭഗവത്ഗീത സാരം മനസ്സിലായ വ്യക്തി താങ്കളാണെന്നാണ് ചൈതന്യ മഹാപ്രഭു നമ്മുടെ ഭഗവാൻ തന്നെ സ്വയം പറയുന്നത്. അപ്പം ഇതില് പറയുന്നത് എന്താണ് ഭാവാർത്ഥത്തിൽ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മള് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവത് ഇത്യാദി ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ എന്താണ് ഒരു ഭക്തൻ, പ്രാമാണികമായിട്ടുള്ള ഒരു ഭക്തനിൽ നിന്ന് നമ്മൾ അത് ശ്രവണത്തിലൂടെ മനസ്സിലാക്കണം. അതൊരിക്കലും നമ്മൾ എന്താണ് പാണ്ഡിത്യത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ അതിനെ മനസ്സിലാക്കാൻ അത് കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലും അതാണ് ഇത് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെന്താണ്, അപ്പൊ നമുക്ക് ഈ വേദശാസ്ത്രങ്ങളെ, എല്ലാ വേദശാസ്ത്രങ്ങളുടെ സാരമാണ് ഭഗവത്ഗീത അല്ലെ. സർവസ്വജാഗം വിദ്യുസന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനം അബോഹനം വെച്ചാൽ വേദൈശ സർവേ അഹമേവ വേദ്യം അല്ലെ. എല്ലാ വേദങ്ങളുടെയും സാരം എന്ന് പറയുന്നതാണ് ഭഗവത്ഗീത ആണ്, ആ ഉപദേശമാണ് എന്നുള്ളതാണ് ഭഗവാൻ തന്നെ അതിൽ പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിനെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് വിശ്വാസം, ഭഗവാനിലും ഗുരുവിലും വിശ്വാസത്തിലൂടെയും ഭക്തിയുടെ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാതെ നമുക്ക് ഭൗതികമായിട്ടുള്ള പാണ്ഡിത്യം കൊണ്ട് നമുക്ക് അതിന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ എന്താണ്, അപ്പൊ ഇവിടെ ശീലപ്രബോധ് പറയാണ്, ഞാൻ ഭഗവത്ഗീത യഥാരൂപം എന്ന ഈ ഗ്രന്ഥം എഴുതാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അത് പ്രാമാണികമായിട്ട് ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് വരുന്ന ആ ഗ്രന്ഥം, അത് ആ വിശ്വാസത്തോടും ഭക്തിയോടും കൂടിയാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് അല്ലാതെ നമുക്ക് ഭഗവത്ഗീതയുടെ പല പല എഡിഷൻസ് ഉണ്ടെങ്കിൽ കൂടി അപ്പൊ അതിലൊക്കെ എന്താണ്, അവരൊക്കെ പാണ്ഡിത്യ തലത്തിലേക്ക് അതിനെ മനസ്സിലാക്കി എഴുതിയാൽ കൂടി അതിലൂടൊന്നും ഒരിക്കലും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ജസ്റ്റ് ഒരു സമയം പാഴാക്കൽ മാത്രമാണ്. കാരണം ആ വ്യാഖ്യാനങ്ങൾ വായിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിക്ക് എന്താണ്, അതേ വഴി തെറ്റിയാണ് ചെയ്യുക. കാരണം എന്താണ്, അവർക്ക് ശരിയായിട്ടുള്ള ഗോളോ അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയായിട്ടുള്ള വഴി എന്താണെന്ന് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ശ്രീല പ്രഭുപാന്റെ ഈ ഭഗവത്ഗീത ആധാരം എന്ന ഗ്രന്ഥം അത് കോടാനുകൂടി വ്യക്തികളെയാണ് ഹൃദയത്തിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത് അല്ലെ. എത്രയോ വ്യക്തികൾ, കൃഷ്ണനാരെന്ന് അറിയാത്ത വ്യക്തികൾ കൂടി ഇതിനെ വായിച്ച് മനസ്സിലാക്കുകയും അതിലൂടെ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തന്മാരാവുകയും ചെയ്തു, അവർ പ്രചരണം ചെയ്യുകയും ചെയ്തു. അപ്പൊ അതാണ് ഈ ഒരു ശ്ലോകം ഇതിൽ പറയുന്നത്. നമുക്ക് എന്തായാലും 5:45 ആയിരിക്കുന്നു. ഇനി ഒരു 3-4 ശ്ലോകങ്ങൾ കൂടി ഉണ്ട് ഇതിന്റെ. അതെന്തായാലും അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്തായാലും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്സാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാം ശീലപ്രഭുപാനും ഭക്തന്മാർക്കെല്ലാം കഴിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഡൗട്ട് ഉണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. പറയണം പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. പ്രഭു നമ്മളിപ്പം സാധാരണ പല ആളുകളും കണ്ടിട്ടുണ്ട് ശ്ലോകം മാത്രം ചൊല്ലുന്നതായിട്ട് ഭഗവത്ഗീതയുടെ. ചിലപ്പോൾ അർത്ഥം വായിക്കില്ല, ചിലപ്പോൾ അത് മനസ്സിലാക്കിയിട്ടും കാണില്ല. പക്ഷെ ശ്ലോകം കൃത്യമായിട്ട് ജപിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ ജപിക്കുന്നതുകൊണ്ട് ഇല്ല അർത്ഥം മനസ്സിലാക്കാതെ ആ ശ്ലോകം നല്ല ഈണത്തിൽ ജപിക്കുന്നതുകൊണ്ടുള്ള ഫലം എന്താ പ്രഭു? നല്ലൊരു ചോദ്യമാണ് പ്രഭു. നമ്മൾ പലപ്പോഴും ശ്ലോകം ഒക്കെ കൂടുതൽ ആൾക്കാർ ശ്ലോകങ്ങളൊക്കെ വായിക്കും, അർത്ഥം ചില മനസ്സിലാക്കില്ല അല്ലെങ്കിൽ ഒന്നും വായിക്കാറില്ല. അപ്പൊ അങ്ങനത്തെ വ്യക്തികൾക്ക് ഇത് ഭഗവാൻ പറഞ്ഞ ശ്ലോകങ്ങളായതുകൊണ്ട് എന്തായാലും അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. അവര് എന്താ പറയാ, നമുക്ക് ഈ അങ്ങനെ ഒരു ഭഗവാന്റെ ശ്ലോകങ്ങൾ വായിക്കുന്നതുകൊണ്ട്, ഭഗവാൻ പറഞ്ഞ ശ്ലോകങ്ങളായതുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. പക്ഷെ ഇല്ലെങ്കിൽ കൂടി അത് വായിക്കുന്നത് കൊണ്ട് എന്തായാലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഭഗവാൻ പറഞ്ഞ ശ്ലോകങ്ങളാണ്. അപ്പം അതുകൊണ്ട് പക്ഷെ നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ ഏത് മൂഡോടെയാണ് നമ്മൾ വായിക്കുന്നത് എന്നുള്ളതാണ് അതിലൊരു കാര്യം നമുക്ക് എപ്പോഴും ഉള്ളത്. വായിക്കുന്നതുകൊണ്ട് എന്തായാലും അത് പ്യൂരിഫൈങ് ആണ്. കാരണം ഭഗവാൻ പറഞ്ഞ ശ്ലോകങ്ങളാണെങ്കിൽ കൂടി ഇപ്പൊ നമ്മളത് ചിലപ്പോൾ ആൾക്കാർ എന്താ പറയുക, ഇതിന്റെ ഒരു കോമ്പറ്റീഷനൊക്കെ പോയി പങ്കെടുക്കും. ഗീത റിസൈറ്റേഷൻ കോമ്പറ്റീഷൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളത് ചിലപ്പോൾ അതൊരു വായിക്കുന്നതും പഠിക്കുന്നതും നമ്മൾ എന്താണ് നമ്മൾ സാധാരണ ഒരു ഭൗതികമായിട്ടുള്ള ഒരു കണ്ണിലൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അതേ സമയത്ത് അവർ അറ്റ്ലീസ്റ്റ് അത് ഭഗവാന്റെ വാക്യങ്ങളാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവർക്ക് എന്തായാലും ഒരു രീതിയിൽ ഭക്തിയിലോട്ട് വരാനുള്ളൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്. പക്ഷെ നമ്മൾ അങ്ങനെ ആദ്യം വരയ്ക്ക് നമ്മൾ അങ്ങനെ വായിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും എന്താണ്, നമ്മൾ ഇതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ എത്രയോ ആൾക്കാർ ഭഗവത്ഗീത ശ്ലോകങ്ങൾ ക്ലാസ്സിന് പോകും, വായിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പലപ്പോഴും സംഭവിക്കാറില്ല അല്ലേ, നമ്മൾ കാണാനുണ്ടെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ വായിക്കുന്ന വ്യക്തികൾക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ എന്താ ചെയ്യാം, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ അങ്ങനെ വായിക്കുന്ന ആൾക്കാരെ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ വ്യക്തികളെടുത്തും നമുക്ക് ഈ ഭഗവത്ഗീത യഥാരം എന്ന ഗ്രന്ഥം കൊണ്ടു കൊടുക്കുകയും നിങ്ങൾ ഇതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കി വായിക്കുമ്പോൾ അതിന്റെ കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാകുന്ന പറഞ്ഞു കൊടുക്കാം. അപ്പൊ എന്തുകൊണ്ടും ഭഗവാന്റെ വാക്യങ്ങളായതുകൊണ്ട് അതിൽ അവർക്ക് ബെനിഫിറ്റ് തീർച്ചയായും ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ നമുക്ക് അങ്ങനത്തെ വ്യക്തികൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കാലക്രമേണ അവരെ നമുക്ക് ഈ ഗ്രന്ഥം കൊടുക്കുകയോ അവരത്ത് ഇതിന്റെ അർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കി വായിക്കുമ്പോൾ അതിൽ കൂടുതൽ
നിങ്ങൾക്ക് അതിന്റെ ഭഗവാന്റെ കാരുണ്യം കൂടുതൽ കിട്ടും. അപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടും ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളൊരു ഇത് കൂടി കൊടുക്കാം. താങ്ക് യു പ്രഭു. ക്വസ്റ്റ്യൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു പ്രഭു. ഇന്നത്തെ ആക്ച്വലി ഇത് പ്രോഗ്രാമിന്റെ ഭാവാർത്ഥം വളരെ ലളിതവും നല്ല ഇതായിരുന്നു പ്രഭു. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് നന്നായത്. കാരണം ഈ ഒരു ഭാഗം പലപ്പോഴും നമ്മള് പല പല ആധ്യാത്മികാചാര്യന്മാരും പറയുന്ന ഒരു ഇതാണ് ഈ ഒരു പാസ്റ്റ് ടൈം, ഈ സൗത്ത് ഇന്ത്യൻ ബ്രാഹ്മണന്റെ ഈ ഒരു പാസ്റ്റ് ടൈം. കാരണം അത് അത്രയും പവർഫുൾ ആണ്. കാരണം നമ്മുടെ കഴിവോ ഒതൊന്നും അല്ല. നമ്മൾ ആധ്യാത്മിക ഗുരുവിന്റെ വാക്കുകളിൽ, കൃഷ്ണന്റെ വാക്കുകളിലും അർജുനമായിട്ട് വിശ്വാസം വെക്കണം എന്നുള്ളൊരു ലെസണാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. കാരണം അത് വെച്ച വ്യക്തിക്ക് സാക്ഷാൽ ഭഗവാൻ തന്നെ ആ ബ്ലെസ്സിങ് കൊടുത്തു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ തന്നെ പ്ലീസ്ഡ് ആയി. അത് വലിയൊരു ലെസണാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത്. വേറെ സംശയങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് എൻഡ് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. വേറെ സംശയങ്ങളില്ലാതെ തോന്നുന്നു. ഒരു കാര്യം ഇവിടെ ചോദിക്കട്ടെ പ്രഭു. പ്രഭു, ഇപ്പം അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടി, ഇപ്പം ചൈതന്യ മഹാപ്രഭുവിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ബ്ലെസ്സിങ് കിട്ടി ആ ബ്രാഹ്മണന്. അപ്പം ഇതുപോലെ ഭക്തിയിൽ വരാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു മീറ്റിംഗ് ഓൾറെഡി വിധിപ്രകാരം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുമോ ഭഗവാൻ? ഓക്കെ, ഇതുപോലെ തന്നെ ഭഗവാൻ കാണാൻ ഒരു ചാൻസ് അല്ലേ ബ്രോ? ഭഗവാനെയോ ഇല്ലെങ്കിൽ വളരെ പരിശുദ്ധമുള്ള ഭക്തരെ അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് വിധിപ്രകാരം ഉരുത്തിരിഞ്ഞ് വരുമോ? നമുക്ക് അതെ. അപ്പം ചോദ്യം, അപ്പം ഈ ഒരു ഭക്തനെ കാണാൻ സാധിച്ചു. അപ്പൊ അദ്ദേഹം അത്രയും ഭക്തി, ഗുരുവിന്റെ വാക്കുകൾ അത്രയും ഇഷ്ടം, അത് നമ്മൾ ഒരു ബുക്ക് എടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ. ഓക്കെ ബ്രോ, ഞാനപ്പോ വീഡിയോ ഓഫ് ചെയ്യാം. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളൊരു ബുക്ക് എടുത്ത് വായിച്ച് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യും ഒരു പ്രോസസ്സ്. പക്ഷെ ഇദ്ദേഹം വിശ്വാസത്തോടെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടി, നേരിട്ടുള്ള ബ്ലെസ്സിങ് കിട്ടി. അപ്പൊ അതുപോലെ തന്നെ സാധാരണ വ്യക്തികളാണെങ്കിൽ കൂടി അപ്പം ഇവർക്കും ഇതുപോലെ തന്നെ ബ്ലെസ്സിങ് കിട്ടും. അപ്പൊ അതെങ്ങനെയെന്ന് വെച്ചാൽ അവര് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് എന്തായാലും ഭഗവാന്റെ ബ്ലെസ്സിങ് അവർക്ക് ഉണ്ടാവും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ബ്ലെസ്സിങ് വരുന്നത് ഒരു പരിശുദ്ധ ഭക്തന്റെ അസോസിയേഷൻ ആയിരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഒരു സാധാരണ വ്യക്തികളും പലപ്പോഴും ആത്മാർത്ഥത ഭഗവാനെ മനസ്സിലാക്കണം ആഗ്രഹിക്കുമ്പോഴാണ് ആ കാരുണ്യം വരുന്നത്. എങ്ങനെയാണ്? ഭക്തന്മാരിലൂടെ ആയിരിക്കും. ഭക്തന്മാർ തന്നെ പുസ്തകം കൊണ്ടു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ക്ലാസ്സുകൾക്ക് വിളിക്കുകയോ അപ്പം അല്ലെങ്കിൽ നമ്മൾ എന്താണ് അമ്പലത്തിൽ ഒരു പ്രോഗ്രാം വിളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ആ വ്യക്തികൾ വരികയും ഭക്തന്മാരുടെ സംഘത്തിലൂടെ അവർക്ക് എന്താണ് ഭഗവാന്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഭഗവാന്റെ നാമം തമ്മിൽ യാതൊരു വ്യത്യാസമില്ല ശരിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ സ്റ്റേറ്റിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വ്യക്തികൾക്ക് ഭഗവാന്റെ തിരുനാമം ജപിച്ച് ഗ്രാജുവലി പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം ശരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം ആ പ്രസ്ഥാനത്തിൽ ആ പ്രസ്ഥാനത്തിൽ കിട്ടുന്ന ടീച്ചിങ്സിനെ നമ്മൾ ഫോളോ ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ അഡ്വാൻസ്മെന്റ് എപ്പോഴും ഉള്ളത്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കടലിൽ പോയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൈക്കുമ്പിളിൽ വെള്ളം എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വലിയ വലിയ പാത്രങ്ങൾ അതിന് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിൽ വരുന്ന വ്യക്തികൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ശരിക്കും നമുക്ക് പരിശുദ്ധ ഭക്തി എന്താണെന്ന് പരിശുദ്ധ ഭക്തന്മാർ ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അങ്ങനത്തെ വ്യക്തികൾക്ക് കാലക്രമേണ അവർക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ ഭക്തന്മാരുടെ കാര്യം കൊണ്ട് വരികയും അതിലൂടെ അവർക്ക് ഭഗവാൻ തിരുനാമം ജപിച്ചുകൊണ്ട് അവർക്ക് ഭഗവത് സാക്ഷാത്കാരം നേടാൻ സാധിക്കും. അപ്പം ഈവൻ ചിലപ്പം ഇപ്പൊ ഈ ഭക്തന് കിട്ടിയ പോലെ തന്നെ നേരിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടണമെന്നില്ല. പക്ഷെ അവരുടെ സാധന ചെയ്തുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ആ റിയലൈസേഷൻ ഉണ്ടാവും. ഭഗവാന്റെ നാമം വ്യത്യാസമില്ലാനുള്ള വിശ്വാസത്തോടെ അദ്ദേഹം എന്താണ് ഭഗവാന്റെ ഉപദേശങ്ങൾ അദ്ദേഹം ഫോളോ ചെയ്യുകയും അതിലൂടെ അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള ആനന്ദം ലഭിക്കുകയും ചെയ്യും. അപ്പം അതൊരു എന്താ പറയുക, അപ്പൊ ആ ഒരു ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഓപ്പൺ ആണ്. അപ്പം ശരിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ പ്രസ്ഥാനത്തിലോട് വരാൻ സാധിക്കും. നമ്മളിപ്പോ ഓരോ വ്യക്തികളും ഈ പ്രസ്ഥാനത്തിൽ വന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ഏതോ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഭഗവാനെ പറ്റി അറിയണം എന്ന്. ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ എവിടെയെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിലോട് വരാൻ സാധിക്കും. പിന്നെ ഭഗവാന്റെ ദർശനം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഈ ഒരു ഭക്തന്, അപ്പൊ അദ്ദേഹം അത്രയും ഉയർന്ന ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ദർശനം ലഭിച്ചു. പക്ഷെ നമ്മളെ അപേക്ഷിച്ച് നമുക്ക് എന്താണ്, അപ്പം നമ്മളെ പോലത്തെ വ്യക്തികൾക്ക് എന്താണ്, ഇപ്പൊ ഭഗവാന്റെ വാക്യങ്ങൾ നമ്മൾ
ആത്മാർത്ഥമായിട്ടും അതിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ദർശനത്തിന് ഈക്വലന്റ് ആണ് ശരിക്കും കാണാൻ. കാരണം ഭഗവാൻ ഇപ്പൊ ഒരു വ്യക്തി ഭഗവാൻ ദർശനം വന്നു, ഭഗവാൻ ദർശനം തന്നു, പക്ഷെ അതിനുശേഷം ഭഗവാൻ പോയാലും നമ്മൾ എത്രത്തോളം ഭഗവാന്റെ ഉപദേശങ്ങളെ ഫോളോ ചെയ്യുന്ന അതിലാണ് ആ കാര്യമുള്ളത്. നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നാരദ മുനിക്കായാലും ഭഗവാൻ വന്ന് ചെറിയ ദർശനം കൊടുത്തിട്ട് തിരിച്ചു പോയി. പക്ഷെ പിന്നെ അദ്ദേഹം ആ കിട്ടിയ ദർശനത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, ആ ടീച്ചിങ്സിനെ അദ്ദേഹം ആത്മാർത്ഥത ഫോളോ ചെയ്തുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്കും ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പൊ ഈവൻ ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാര് വരികയും അവരുടെ സംഘം തരികയും അതും ഭഗവാന്റെ ആക്ച്വലി എന്താണ്, അവരും ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ശരിക്കും ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ. അപ്പൊ അവരുടെ ദർശനം കൊണ്ടും അവരുടെ അവര് തരുന്ന ഉപദേശങ്ങളും അത് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടും ഒരു വ്യക്തിക്ക് എന്താ പറയാ, ആ ഭഗവത് ദർശനത്തോട്ട് പോകാനുള്ള വഴിയാണ് അവർ കാണിച്ചു തരുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ ബ്രോ, ഹരേ കൃഷ്ണ ബ്രോ. ഓക്കെ, ഹരേ കൃഷ്ണ ബ്രോ. താങ്ക് യു ബ്രോ. താങ്ക് യു ബ്രോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ബ്രോ. താങ്ക് യു ബ്രോ. ക്വസ്റ്റ്യൻ വേറെ സംശയങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ശ്രീല പ്രഭുപാദ കി ജയ്. സമവേത ഭക്തവൃന്ദ കി ജയ്. ഹിതായി ഗൗർ പ്രേമാനന്ദേ. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ.